Hi friends, welcome back. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടി എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. വല്ലാണ്ട് വലുപ്പം വേണ്ട കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. ഒരു 250 ഗ്രാം ആട്ടോ ഞാൻ ടോട്ടലായിട്ട് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ തന്തൂരി മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആട്ടോ, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കടലപ്പൊടി ഉണ്ടല്ലോ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കസൂരി മേത്തി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള കേട്ടോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാട്ടോ, അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രം ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അത് അരമണിക്കൂറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ നോർമൽ മുളക് പൊടി തന്നെയാണ്, കാശ്മീരി ഒന്നല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അത് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആട്ടോ. ഇനിയിപ്പോൾ കോൺഫ്ലെക്സ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്രെഡിൻ്റെ ക്രംസ് എടുത്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോൺഫ്ലെക്സ് ഉള്ളതുകൊണ്ട് ഞാൻ കോൺഫ്ലെക്സ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിന് മുകളിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്ന് ഓരോരോ പീസായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൗഡർ ഉണ്ടല്ലോ, ആ പൗഡറിൽ ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനും ആ ചിക്കൻ പീസ് മൊത്തം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, എല്ലാ ഭാഗവും കേട്ടോ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ പീസും അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അതിൽ കവർ ചെയ്തെടുക്കണേ. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു കോൺഫ്ലെക്സിലിട്ടിട്ട് ഒന്ന് ആ ഒരു ചിക്കൻ പീസ് മൊത്തം കവർ ചെയ്തെടുക്കുക ഇതുപോലെ കേട്ടോ. ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കാനേ ഉള്ളൂ. അല്ലേ, ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കുറേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമാവുന്ന ടൈമിലെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അവിടെ നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ആ ഒരു മുരിച്ചിലോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതാണ് ഞാൻ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ആ ഒരു ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമാണ് ടൈമിലെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. ഒരു 3 to 4 മിനിറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവായിട്ട് വരും.
അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക മതി. അപ്പോൾ ഏകദേശം ആ ഒരു താഴ്ഭാഗമായി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ അങ്ങ് കോരിയെടുത്താൽ മതി. ഇതുപോലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂണോളം മയോണൈസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മയോണൈസിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുട്ടൊന്നും ഇടാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസാണ്. അതേപോലെ തന്നെ മുട്ട ഇട്ടിട്ടുള്ളൊരു മയോണൈസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒരുപാട് പേര് ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അത് കണ്ടില്ല, നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ നല്ല ആ ഒരു ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ സോസിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. നമുക്ക് വെറുതെ ടി വി ഒക്കെ കാണുമ്പോൾ എടുത്ത് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൊണ്ട് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.